നിങ്ങളെ കോലത്ത് കണ്ടുകഴിഞ്ഞാ അഴകിരാവണം തോറ്റു കിട്ടും. എന്താണ് സലീംക്ക, നല്ല ബോറായിട്ട് കേട്ടോ. കണ്ണീന്ന് വെള്ളം വന്നതിന്റെ വലിപ്പം ഉറച്ചു തരൂ. പോടർക്ക എന്തൊരു മനോഹാരിത. ഉമ്മച്ചിട്ട് അതേ കൈപ്പോ കഴിച്ചു നോക്കുമ്പോ അറിയാം. നിനക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഇപ്പൊ തന്നെ ലേറ്റാ. നിങ്ങൾ ഈ ഉറക്കമുള്ള ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. കല്യാണം കഴിഞ്ഞ് അക്കരേക്കരയും താമസിക്കുമ്പോഴേ രാത്രിയാകുമ്പോ ഒരു വിങ്ങല എവിടെ മനസ്സിൽ. നൈറ്റ് ഓടുമ്പോ ദുബായിലെ കാഴ്ചകളെ കണ്ടിങ്ങനെ കറങ്ങി നടക്കാം. അത് പറഞ്ഞപ്പോഴാ ഇന്നലെ രാത്രി നിങ്ങളൊരു പയ്യനും മദാമ്മയായിട്ട് കവനീജ് ഭാഗത്ത് കിടന്ന് കറങ്ങണ കണ്ടല്ലോ. ഒരു മനോഹാരിത ഉണ്ടായില്ല. ഒരു മലയാളി പയ്യനും ഒരു മദാമ പെണ്ണും പിന്നെ ഞാനും. മരുഭൂമി കാണിക്കാൻ കൊണ്ടുവന്ന അതണ്ടി. അവിടെ ചെന്നപ്പോ മുടിഞ്ഞ ബാർഗൈനി. പിന്നെ ഞാൻ ഇടപെട്ട് അങ്ങനെ ഒരു തങ്ങ് കോംപ്രമൈസ് ചെയ്തു. ഏത് ഭാഷയില്? എടാ ഈ മനോഹാരിതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. നിങ്ങൾ പറയേ. അങ്ങനെ പയ്യനെ ഇറക്കി വിട്ട് മദാമയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. എന്ത് മരുഭൂമി? അപ്പൊട്ടകോ? മരുഭൂമി ഒട്ടകോ? പോക്കറ്റ് മരുഭൂമിയായി. ഇനി ആ കാശ് ഉണ്ടാക്കാൻ രാവും പല കിടന്ന് ഓടണം ഞാൻ. ചെയ്താനെ അല്ല ചേട്ടാ, ഈ മരുഭൂമി ഒട്ടകം കാണിച്ചു കൊടുത്തതിന് എങ്ങനെ മൂപ്പരെ പോക്കറ്റ് കാലിയായ? ഇളക്ക് തല കുറെ മുടിയും വിറ്റി നടക്കാൻ മനുഷ്യനെ കൊതിപ്പിക്കാൻ. ഇതല്ലേ കൃഷ്ണ കാത്തോളനെ. ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലേക്കാണ് പോണത്. തട്ടുമുട്ടും ഒന്നും കിട്ടാണ്ട് കാത്തോളണം. പിന്നെ ഇവിടെ എൻ്റെ കാര്യം നോക്കണമെന്നും പറഞ്ഞ് നാട്ടിലുള്ള അമ്മയുടെയും പെങ്ങന്മാരുടെയും കാര്യത്തിൽ ഫോൾട്ട് വരുത്തരുത്. പറഞ്ഞേക്കാം. അപ്പോൾ നാളെ കാണാം. അറിയാലോ, ഇതിവിടെ സൂട്ടാവാത്തോണ്ടാ. അയ്യോ, എന്താടാ? PMI പോയി. എന്താന്ന്? അലാറം അടിച്ചില്ലെന്ന്. ഏമിന് വരെ വെച്ചത് PMI പോയി. പൊണ്ടാറടങ്ങുന്നതാണ് സെയിൽസ് മീറ്റിംഗ് ദിവസം. ബെസ്റ്റ്. അപ്പോ മോനിവിടെ AM ഉം PM ഒക്കെ ശരിയാക്കിട്ട് വാ. ഞാൻ പോണു. ഓക്കെ? അയ്യോ ജീവട്ടാ, ഒരു 5 മിനിറ്റേക്കോ, ഞാൻ ഇപ്പൊ റെഡി ആയി വരാം. പോലട്ടോ. ഞാൻ ആ കഫറ്റേറിയ വെയിറ്റ് ചെയ്യാം. നീ വേഗം വാ. ഓക്കെ ഓക്കെ ഓക്കെ. പുട്ടും കടലയും പിന്നെ അത് മതി. ഇവിടെ ബഷീർക്കോ, ഓ എക് കീമ പറാത്ത. എന്തിനാ ജീവ രാവിലെ തന്നെ പൊറോട്ട വലിച്ചു കയറ്റുന്നത്? നല്ല പുട്ടും കടലക്കറിയുണ്ട്, എടുക്കട്ടെ. ആഗ്രഹമില്ലാണ്ടല്ല, ഈ പൊറോട്ട ആവുമ്പോ അവിടെ തന്നെ കിടന്നോളും. വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണ്ടല്ലോ. എന്നായിരിക്കും ഹബീബേ. നല്ല കോളായിരുന്നു തോന്നുന്നു. ഒരു മനോഹാരിത ഉണ്ടായില്ലേ. വണ്ടി പണി മുടക്കി, അത് എമിറേറ്റ്സ് റോട്ടില്. അത് കലക്കി. കീമ പൊറോട്ട റെഡി. അതെ ജീവേട്ടാ, നാട്ടിലേക്ക് ആരെങ്കിലും പോകണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ. ചെറിയൊരു പൊതി കൊടുത്തു വിടാനാ. നീയല്ലേ കഴിഞ്ഞ ആഴ്ച വലിയൊരു പൊതി കൊടുത്തിട്ടു? അത് മോക്കുള്ള സ്കൂൾ ബാഗാ. ഇത് ഓൾക്കൊരു ചെറിയ മൊബൈലാ. ഇടയ്ക്ക് എനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാല്ല. അപ്പൊ അത് പോയി കിട്ടി. മൊബൈലാ അവന്റെ പെണ്ണിന്റെ കാര്യം. ഇങ്ങടെ ഒരു കാര്യം. ജീവട്ടാ, ഒന്ന് വേഗം വരും. എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്താ. ഞാൻ കഴിക്കട്ടോ. കളിക്കില്ല ജീവട്ടാ, ഒന്ന് വേഗം വരും. അപ്പൊ മക്കള് പോയിട്ട് വാ. ഞാൻ അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പോരാ, ഒരു കാര്യം പറയട്ടോ. അതെ, ഒറ്റയ്ക്കാണെന്ന് കരുതി വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ആരെയും വിളിച്ച് റൂമിൽ കയറ്റാൻ നിൽക്കരുതെന്നോ. ഓടതണ്ടി, എനിക്കല്ലേ പണി. മറന്നു നടക്കായിരുന്നു. ഉള്ള ഉറക്കം പോയി. ആരും കാണാതെ ഒന്നും മിണ്ടാതെ മെല്ലെയേറും തലോടുമ്പോ താങ്ക് യു. തമിഴത്തിയാണല്ലേ? உங்களுக்கு எங்க போணும்? இங்கிருந்து போ, இங்கிருந்து போ, சீக்கிரம் போ. ஓகே.
ജോർജ് ടാക്സ് അവളുടെ അപ്പൻ്റെ എന്ന് വിചാരം. നിങ്ങ അല്ലേ വേണ്ട. വെർ ഡു യു വാണ്ട് ടു ഗോ? ഓഹോ, ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല അല്ലേ? സാരമില്ല, തമിഴിൽ തന്നെ ആവാം. உங்களுக்கு എങ്ക പോക വേണമെന്ന് சொல்லுங்க മാഡം. മാഡം വല്ല കുരിശായല്ലോ. അതെ, ഇങ്ക ഇറങ്ങുന്നു. ഇങ്ക നിന്നാൽ എവിടെ വേണേലോട്ടുള്ള വണ്ടിയും കിട്ടും. പ്ലീസ് ദയവ് ചെയ്ത് ഇറങ്ങുക മാഡം. ഇതുവരെ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്ത ബാച്ചിലറാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചൊന്നെ, പ്ലീസ്. ഓ, രക്ഷപ്പെട്ടു. അതെ, ഈ 20 ദിറംസ്. ഹലോ ഹലോ. അത് ശരി, അപ്പൊ കാശും ഇല്ല അല്ലേ? ഈശ്വര, ഇവിടെ ഓസ് കടിക്കുന്ന ടീമോ? ചെക്ക് ചെയ്യാനായിരിക്കും തണ്ടി. ഹലോ. ആന്നേ, പെട്ടെന്ന് ഡോർ തുറന്ന് കാറിനകത്തേക്ക് ഒരു ഒറ്റ കയറ്റാ. തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു പെണ്ണ്. പെണ്ണോ? എന്നിട്ട് തമിഴില് ശീക്രം പോകുന്ന പറഞ്ഞ് ഒരേ ബഹളം. ഞാൻ വണ്ടി മുന്നോട്ട് കൊടുത്തു. മോനെ ജീവ, ഇക്കവിടെ ഒറ്റക്കാടാ. നീ അവളെ കൂട്ടി ശീക്രം വാടാ. അയ്യടാ, അതെ, ഞാൻ അവളെ ജുമേറ ബീച്ച് സൈഡിൽ ഇറക്കി വിട്ടു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു കേസല്ല, ആകെപ്പാടെ ഒരു കണ്ണീരിങ്ങനെ ലൈനായിരുന്നു. ഇതിനാണ് അവിടെ തെണ്ടി ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചോണ്ടിട്ട് ആ മനോഹാരിത കളഞ്ഞത്. ഞങ്ങളോ? സലിമയ്ക്ക് കൂടാതെ വേറെ ആരാ അവിടെ? അത് ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എന്റെ വികാരവും രണ്ടും. വൃത്തികെട്ടവൻ. എത്രയും 50 ദിറംസ്. താങ്ക് യു. ഓക്കെ, ശരി. Excuse me, യെസ്, can you drop into the Alcos? മലയാളിയാണല്ലേ? ഓ, എന്റെ ബദിരീങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് ആയിട്ട് അറിഞ്ഞൂടെ? പിന്നെ എത്ര പൊതിഞ്ഞു കേട്ടാലും മാറില്ലല്ലോ ഈ ചക്കപ്പഴത്തിന്റെ മണം.